ഹായ്, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. നമുക്കിത് നല്ല അടിപൊളി ഒരു സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി കാണാം. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല സ്പഞ്ച് പോലത്തെ ഒരു കേക്ക്. ഇതുണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് ബട്ടർ മാത്രം മതി. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ തന്നെ ധാരാളം. ഈ സ്പഞ്ച് കേക്ക് അല്ലെങ്കിൽ ഫോം കേക്ക്സ് എന്ന് പറയുന്നത് നമ്മൾ മുട്ട കൊണ്ട് ഉണ്ടാക്കുന്ന കേക്ക്സിനാണ്. പക്ഷേ പലരുടെ ഒരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ മുട്ടയുടെ സ്മെല്ല് വരുന്നു അല്ലെങ്കിൽ ചെവ വരുന്നു എന്നുള്ളത്. പക്ഷേ ഈ കേക്കിൽ അങ്ങനെ യാതൊരു മുട്ടയുടെ സ്മെല്ലും ഇല്ല. നല്ലൊരു ഫ്രഷ് ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ വേറൊരു കംപ്ലയിൻ്റ് ആണ് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് ഫെയിലായി പോകുന്നു. ചിലപ്പോൾ എല്ലാം റെഡി ആയിട്ട് വന്നിട്ട് ലാസ്റ്റ് അത് അവനിൽ നിന്ന് എടുത്ത് കഴിയുമ്പോഴത്തേക്കും താന്നു പോകുന്നു അല്ലെങ്കിൽ മുകളിൽ ചുളിഞ്ഞു പോകുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റെമഡി നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്പഞ്ച് കേക്ക് എന്ന് പറയുന്നത് ഒറിജിനലി നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഉപയോഗിക്കാതെ പണ്ടുണ്ടാക്കിയിരുന്ന കേക്ക്സിനാണ്. പക്ഷേ നമ്മുടെ ഈ കേക്കിൽ കുറച്ചൊരു ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതില്ലാതെ ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ നമുക്ക് ഈ കേക്കിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മാക്സിമം ഒരു 1/2 കപ്പോളം പാല് മതി. അത് ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പം നമ്മൾ എത്ര ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് മനസ്സിലാവും. ഇനി നമ്മൾ സ്പഞ്ച് കേക്ക് ആയതുകൊണ്ട് എണ്ണയും ബട്ടറും ഒക്കെ വളരെ കുറച്ച് മതി. ഇത്രയും മതി നമ്മുടെ ബട്ടർ. ഇതിപ്പോൾ ഒരു 200 ഗ്രാമിൻ്റെ ബാറായിരുന്നു. അതിൽ നിന്ന് ഇത്രയും മാത്രം നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. സ്പഞ്ച് കേക്ക് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഒരുപാടങ്ങ് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സ്പഞ്ച് കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ്. മുട്ടയുടെ വെള്ള പതപ്പിച്ച് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ സ്പഞ്ച് അല്ലെങ്കിൽ ഫോം കേക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗ്ലാസിൻ്റെ അളവ് മുട്ടയുടെ ആ ഒരു സൈസും കൂടെ ഒന്ന് ഒരു കമ്പാരിസൺ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു അളവിലുള്ള ഗ്ലാസ് ഉണ്ടെങ്കിൽ അത്രയും ഗ്ലാസ് വേണം എടുക്കാനായിട്ട്. അപ്പോൾ 3 മുട്ടയും കൂടെ ആയപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ അവൻ ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. അതോടൊപ്പം നമ്മുടെ കേക്ക് ടിന്നും നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. നമുക്കിതൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്തെടുക്കാം. നിങ്ങളിനി സ്റ്റൗ ടോപ്പിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കേക്ക് ടിൻ വെക്കുന്ന പാത്രവും കൂടെ ഒന്ന് ചൂടാക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഈ ബട്ടർ പേപ്പർ ഒന്ന് അവിടെ തന്നെ പറ്റിയിരിക്കാനായിട്ട് ഇത് കണക്കിയ ബട്ടർ കട്ട് ചെയ്ത നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അവിടെ ഇവിടെ ആയിട്ട്. അപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ ഉണ്ടാക്കി തീരുന്നത് വരെ കാറ്റടിച്ചാലും ഒക്കെ അത് അവിടെ തന്നെ ഇരുന്നോളും. ഇതുപോലെ ഈ സൈഡിൽ ഗ്യാപ്പ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ പേപ്പർ വെച്ചപ്പോൾ ചെറിയൊരു ഗ്യാപ്പുണ്ട് സൈഡിൽ. നമുക്ക് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ ഹാൻഡ് വിസ്ക് വെച്ച് തന്നെ നമുക്ക് നല്ലപോലെ അടിച്ചെടുക്കാൻ പറ്റും. നല്ല സ്പീഡിൽ അടിച്ചു കൊടുത്താൽ മതി. ഒരു 10-12 മിനിറ്റിലൊക്കെ നമുക്കത് റെഡിയായി കിട്ടും. ബീറ്ററൊക്കെ വാങ്ങിക്കുന്നതിന് മുന്നേ നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു അടിച്ചെടുക്കുക. അപ്പം ബീറ്റർ വേണമെന്ന് യാതൊരു നിർബന്ധവും. ഇതുപോലത്തെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് മാക്സിമം നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ മുട്ടയുടെ വെള്ളം ഒരു ഇരട്ടി സൈസായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറേശ്ശെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ബീറ്റ് ചെയ്യാം. പഞ്ചസാര ഇങ്ങനെ കുറേശ്ശെ വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു തിളങ്ങുന്ന പോലെ കാണാൻ പറ്റും. പക്ഷേ ആ സമയത്ത് നമ്മൾ നിർത്തരുത്. നമ്മുടെ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് അതും കഴിഞ്ഞിട്ടൊരു ടെക്സ്ചറായിട്ട് തോന്നും, ഒരുമാതിരി കിരികിരാന്നൊക്കെ ഇരിക്കുന്നതൊക്കെ. ആ ഒരു സമയം വരെ നമ്മൾ മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മുട്ട നല്ലപോലെ പതച്ചിട്ട് ആ സൈസൊക്കെ കൂടി വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെയാണ് നമ്മൾ മെറാങ് എന്ന് വിളിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ബേക്ക് ചെയ്തിട്ട് കുക്കീസൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇനി ഇപ്പോൾ അതേ അങ്ങ് സ്റ്റെബിലൈസ് ആവാൻ വേണ്ടി ഇതിങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുകയാണ്, ഒരു ആസിഡ്. ഇതില്ലാന്നുണ്ടെങ്കിൽ ക്രീം ഓഫ് ടാർട്ടാറൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേ അങ്ങ് ഡീഫ്ലേറ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോഴൊക്കെ ബാറ്റർ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ അങ്ങ് താന്നിട്ട് ഒട്ടും ഫ്ലഫി അല്ലാത്ത ബാറ്ററൊക്കെ ആവും. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത്. അത് മാത്രമല്ല മുട്ടയുടെ ആ ഒരു സ്മെല്ലൊക്കെ പോകാനായിട്ടും ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ എഗ് വൈറ്റിലോട്ട് ആദ്യമേ ഉപ്പിട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യാറില്ല. കാരണം ഒരുപാട് നേരം അങ്ങനെയാകുമ്പോൾ ബീറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ നാരങ്ങാനീരും പഞ്ചസാരയും ചേർക്കുന്നതിന് നേരെ വിപരീത എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം നല്ല പതഞ്ഞ് നമ്മുടെ മെറാങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിനായിട്ട് മുട്ടയുടെ മഞ്ഞയിലോട്ട് ലെമൺ സെസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ചെറിയ നാരങ്ങയുടെ തൊലിപ്പുറം മാത്രം. ചെറിയ നാരങ്ങ ആകുമ്പോൾ കുറച്ച് മതി, ഒരു നുള്ളു മതി. അതുപോലെ തന്നെ വെള്ള ഭാഗം വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമുക്ക് വെനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, ആ മുട്ടയുടെ സ്മെല്ലൊന്ന് മാറിക്കിട്ടാനായിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ലെമൺ സെസ്റ്റും ലെമൺ ജ്യൂസും ഒക്കെ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ അതിനൊട്ടും തന്നെ മുട്ടയുടെ സ്മെല്ലില്ല, നല്ലൊരു ഫ്ലേവറും കൂടിയാണ്. അതുപോലെ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതോടൊപ്പം നമ്മുടെ പാലിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് നമുക്ക് ആ പാല് ലാസ്റ്റത്തേക്ക് മാറ്റി വെച്ചേക്കാം. പകുതി കൺസിസ്റ്റൻസി കറക്റ്റാക്കാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെയും മൈദ അനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അതുകൊണ്ടാണ്.
അതുപോലെ ഇപ്പം ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വിസ്ക് വെച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും മൈദയും കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ മൈദ ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടി അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി, ഒരു 1/3 വെച്ചിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അരിപ്പയിൽ കൂടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടിട്ടങ്ങ് മിക്സ് ചെയ്യല്ലോ, ഒരു ബ്രെഡ് ക്രംസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ആകുമ്പോൾ നമുക്ക് നിർത്താം. നമ്മൾ ഒരുപാട് എണ്ണ ഉപയോഗിക്കാത്ത കാരണം ആ ഒരു ഗ്ലൂട്ടൻ ഫോം ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് എണ്ണയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരുപാടിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ കേക്ക് അങ്ങ് കട്ടിയായി പോകും. മുൻപും പറയാറുള്ളതാണൊക്കെ ഓവർ മിക്സിംഗ് ആണ് കേക്ക് ശരിയാവാത്തതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ. അപ്പോൾ നമ്മൾ ഓവർ മിക്സ് ചെയ്യാതിരിക്കുക. ഇനി നമുക്ക് പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/3 മാത്രം ഇട്ട് വേണം ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ബാക്കിയിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ വിസ്ക് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുവാണ്. നമ്മൾ ആദ്യം ഇടുന്ന മുട്ട പതപ്പിച്ചത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ ഇനി ഇടാൻ പോകുന്നത് നമ്മൾ അധികം എയർ ബബിൾസ് കളയാതെ പതുക്കെ വേണം മിക്സ് ചെയ്യാനായിട്ട്. നമുക്കിനി ബാക്കിയിരിക്കുന്ന മൈദയും കൂടി ഇതിലോട്ടൊന്ന് അരിപ്പയിൽ കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഇതെല്ലാം ഒരു 2-3 പ്രാവശ്യമായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരുപാടിട്ട് മിക്സ് ചെയ്യാതിരിക്കുക. ഒരേ സൈഡിലോട്ട് തന്നെ ഒരേ ഡയറക്ഷനിൽ തന്നെ അതൊന്ന് വളരെ പതുക്കെ മാത്രം മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് എയർ ബബിൾസ് പോകാതെ മിക്സ് ചെയ്യുക. ഇത്രയൊക്കെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി ബാക്കിയിരിക്കുന്ന മുട്ട പതപ്പിച്ചതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഈ സ്പാച്ചിൽ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പയ്യെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ ബാക്കി വന്ന പാൽ ഉപയോഗിക്കുന്നില്ല, കാരണം നമ്മുടെ കൺസിസ്റ്റൻസിയൊക്കെ ഇവിടെ കറക്റ്റാണ്. നിങ്ങളുടെ ബാറ്റർ കുറച്ച് കട്ടിയാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ചുകൂടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോ പ്രാവശ്യവും മൈദയുടെയൊക്കെ അനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ഓരോരുത്തരുടേതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എയർ ബബിൾസ് കളയാനായിട്ട് നല്ലതുപോലെ 2-3 പ്രാവശ്യം ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒരു സ്ക്വയർ വെച്ചിട്ടോ ഒക്കെ എയർ ബബിൾസ് ഇതുപോലെ ഒന്ന് കളയുക. നമ്മൾ സാധാരണ കേക്കിന് ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. കാരണം ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയ കേക്കിന് ഇത് ചെയ്യാൻ മറന്നുപോയിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ അണ്ണിവനായിട്ട് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും, ഒരു ഭംഗിയില്ലാതെ. അപ്പം മറക്കാതിരിക്കുക. നമ്മളിവിടെ ഒന്നുകൂടെ ടാപ്പ് ചെയ്തിട്ട് ഇത് ബേക്ക് ചെയ്യുവാണ് 160 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റ്സ്. ഇത് മുകളിലത്തെയും താഴത്തെയും റോഡ് ഹീറ്റിംഗ് ഓൺ ആണ്. ടോപ്പ് ആൻഡ് ബോട്ടം വിത്തൗട്ട് ഫാനാണ്. അതുപോലെ തന്നെ ഞാനിത് ഏറ്റവും ലോവസ്റ്റ് ട്രാക്കിലാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ ഒരു OTGയുടെ ബേസിൽ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലായിട്ടാണ് ലോവസ്റ്റ് ട്രാക്ക് ഇരിക്കുന്നത്. ഇതിന് മുന്നേ ഉള്ള കേക്കിനും ഓറഞ്ച് കപ്പ് കേക്കിനും ഒക്കെ ഞാൻ ലോവർ കോയിൽ മാത്രമാണ് ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. പക്ഷേ ഞാൻ ഫോം കേക്ക്സിന് 2 ഹീറ്റിംഗ് മോഡിലാണ്. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ കേക്കിൻ്റെ ടെമ്പറേച്ചർ അല്ല, അതിനെക്കാട്ടിലും കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് നമ്മളെപ്പോഴും ഫോം കേക്ക്സ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ 30 മിനിറ്റ്സ് കഴിയാതെ നമ്മളിത് തുറന്ന് നോക്കരുത് റെഡിയായോ എന്ന്. അപ്പോൾ 160 ഡിഗ്രിയിൽ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് തുറന്ന ഉടനെ പുറത്തെടുത്ത് വെക്കരുത്. അപ്പോഴാണ് നമ്മുടെ ഇത് ഡീഫ്ലേറ്റ് ആവുകയും ചുള്ളിയൊക്കെ ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു 2 മിനിറ്റ് ഇരുന്നതിന് ശേഷം കുറേശ്ശെ ആയിട്ട് ആ ഡോറൊന്ന് തുറന്ന് വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് അതിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം മാത്രം ഇത് പുറത്തെടുത്ത് വെക്കുക. കാരണം ഒരു തെർമൽ ഷോക്ക് വരുമ്പം ഇത് ഡീഫ്ലേറ്റ് ആവാനും മുകൾ ഭാഗം ചുളിയാനും ഒക്കെ സാധ്യതയാണ്. ഇനി നമുക്കിത് അപ്പം തന്നെ ഇതുപോലെ കമഴ്ത്തി വെച്ചിട്ട് കൂൾ ചെയ്യണം. ഞാൻ ആ ബാക്കിൽ നിന്ന് അതങ്ങ് മാറ്റി കൊടുക്കാറുണ്ട് ഇതുപോലെ. നമ്മുടെ കേക്ക് നല്ലപോലെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴേ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ, ആ ഒരു നല്ല സ്പഞ്ച് കണക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ചെറുതായിട്ടൊരു മോയ്സ്ചർ കണ്ടൻറ് ഉള്ള കണക്കെ തോന്നും. അപ്പോൾ നമ്മുടെ നല്ല തണുത്തിട്ടുണ്ട്, നല്ല സ്പഞ്ച് കണക്കെയാണ്. എത്ര പ്രാവശ്യം ഇട്ട് അത് ഞെക്കിയാലും അത് താന്നിരിക്കില്ല. അത് പിന്നെയും തിരിച്ച് കറക്റ്റ് അതേ ഷേപ്പിലോട്ട് തന്നെ പൊങ്ങി വരും. കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ജിഗ്ലിയാണ്. അതുപോലെ മുകൾ ഭാഗം ചുളിയുകയോ താഴുകയോ ഒന്നും ചെയ്തിട്ടില്ല. തണുക്കുന്തോറും നന്നായി വരുവാണ്. അതുപോലെ തന്നെ നല്ല അബ്സോർബിങ് ആയതുകൊണ്ട് ഫ്രോസ്റ്റിങ്ങിനൊക്കെ ഏറ്റവും പറ്റിയതാണ് സ്പഞ്ച് കേക്ക്. അതുപോലെ ചായയുടെയൊക്കെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. വീണ്ടും കാണുന്നവരേക്കും ബൈ.